ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 8ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുനാമത്തിലുള്ള സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനായിട്ട്, സഹകരണത്തിനായിട്ടും പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ സെക്ഷനിൽ 11ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വചനങ്ങളാണ് ധ്യാനിക്കുന്നത്. 11ാം അധ്യായത്തിൻ്റെ 13 മുതൽ ഈ 11ാം അധ്യായത്തിൻ്റെ 8 മുതൽ 32 വരെയുള്ള വചനങ്ങൾ അനുസരണത്തിനുള്ള പ്രതിഫലങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. 11ാം അധ്യായത്തിൻ്റെ 8ാമത്തെ വാക്യം മുതൽ 32ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളെ പ്രധാന പ്രതിപാദ്യ വിഷയം അനുഗ്രഹത്തിനുള്ള പ്രതിഫലങ്ങളെന്നാണ്. നമ്മൾ 13ാമത്തെ വാക്യങ്ങൾ വായിച്ചു തുടങ്ങുകയാണ്. ഹൃദയമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കണമെന്ന് ഞാൻ തക്ക സമയത്ത് ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. നിങ്ങളെന്നെ അനുസരിക്കാമെങ്കിൽ, അല്ലേ, നിങ്ങളെന്നെ അനുസരിച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കണമെന്ന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. തിരിച്ചു ചിന്തിച്ചേക്ക്, അനുസരണ കാണിക്കുമ്പോഴോ ആവശ്യമില്ലാത്ത സമയത്ത് മഴ പെയ്യും, അല്ലേ? നല്ലോണം കൃഷിയെല്ലാം വളഞ്ഞിരിക്കുന്ന സമയത്ത് 4 ദിവസം ശക്തമായി മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വിളഞ്ഞതെല്ലാം എവിടെ പോകും? വെള്ളത്തിലടിയിൽ പോകും. വല്ല ഉപകാരം ഉണ്ടാവും? നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. കൃഷി ഇറക്കേണ്ട സമയത്തും നനയ്ക്കേണ്ട സമയത്തും മഴ പെയ്യാതിരുന്നാലോ കരിഞ്ഞുകൊണ്ടേത്തരും. അപ്പോൾ തക്ക സമയത്തിൽ മഴ ലഭിക്കേണ്ടതിന്, തന്മുഖാന്തരം അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതിന്, അഭിവൃദ്ധി ഉണ്ടാകേണ്ടതിന് നാം ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായി അനുസരിക്കണം. ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം എന്നാണ് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ്. അവരോട് മത്സരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അനുഗ്രഹത്തിനും അനുസരണക്കേട് ശാപത്തിനും കാരണമായിത്തീരുന്ന കാര്യമാണ് തുടർമാനമായി പരിശുദ്ധാത്മാവ് ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇന്നലത്തേക്കാൾ ഒരു പടിയും കൂടെ ദൈവത്തോടെ അടുക്കുവാനായി കാരണമായി തീരണം. ദൈവം നമുക്ക് ഈ പുസ്തകം പഠിക്കാവുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഉൽപ്പത്തി തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാ ശാസ്ത്രമൊക്കെ പഠിച്ച് അങ്ങോട്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് പാഠ്യപദ്ധതി വേണമെങ്കിൽ നിർത്താമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. പുതിയ നിയമത്തിലെ എല്ലാ വിഷയങ്ങളും, എല്ലാ പുസ്തകങ്ങളും, ഒപ്പം പേഴ്സണൽ ഇവാഞ്ചലിസം, നരവംശാസ്ത്രം, പാപശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, ദൈവശാസ്ത്രം, പരിശുദ്ധാത്മശാസ്ത്രം, അന്ത്യകാലശാസ്ത്രം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ പാഠ്യപദ്ധതി അവിടെ നടത്താം ചിന്തിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ വീണ്ടും ഉൽപ്പത്തി മുതൽ സ്റ്റാർട്ട് ചെയ്യാനിടയായിത്തീർന്നു. നമ്മളിപ്പോൾ അവിടെ ദിവസം ഒന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകമൊക്കെ പഠിക്കാൻ കൃപ തന്നു. ഓരോ പുസ്തകം പഠിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ കാണുവാനായിട്ട്, നമ്മുടെ ദിവസത്തിൽ ക്രമീകരിക്കുവാനായിട്ട്, വചനത്തിന് അനുസൃതമായ ജീവിതം നയിക്കാൻ സമർപ്പിക്കാനല്ല അത് കാരണമായി തീരട്ടെ. ഞാൻ എൻ്റെ നിലത്ത് നിൻ്റെ താൽക്കാലികൾക്ക് പുല്ല് തരും, നീ തൃപ്തിയാകും വണ്ണം ഭക്ഷിക്കും, നിങ്ങളുടെ ഹൃദയത്തിന് ബോഷത്വം പറ്റുകയും നിങ്ങൾ നേരെ വഴി വിട്ട് എൻ്റെ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. അല്ലാഞ്ഞാൽ നിങ്ങളുടെ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഒന്നാകാശത്തെ അടച്ചു കളയും, ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിന്ന് നിങ്ങൾ വേഗം നശിക്കുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ എൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അത് നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. കണ്ടോ, ദൈവവചനം എപ്പോഴും ഓർമ്മയോടെ ഇരിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ പറയുക. അല്ലെങ്കിൽ നമുക്ക് ദൈവിക കോപമുണ്ടാകും, നമ്മുടെ നന്മകൾ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം.
യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരുടെ സത്യം ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് അവയതിൻ്റെ വീട്ടിൻ്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. ഞാൻ നിങ്ങളെ ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ എല്ലാ വഴികളും നടന്ന് അവിടെ ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ഉള്ളംകാൽ ചവിടുന്ന ഇടമൊക്കെയും നിങ്ങൾക്ക് ആകും. നാം ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നന്മകളെക്കുറിച്ചായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതിർ മരുഭൂമി മുതൽ ലെബനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറ് കടൽ വരെയും ആകും. ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾ അരളിച്ചതുപോലെ അത് നിങ്ങളെയുള്ള പേടിയും ഭീതിയും നിങ്ങളുടെ ചെന്ന ശ്രദ്ധയ്ക്കലും വരുത്തും. എന്നിട്ട് പറയുക, ഞാനിന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നെങ്കിൽ ശാപവും വരും. പ്രിയപ്പെട്ടവരെ, അതിനെ പഠിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഇത് നമ്മുടെ മുന്നിൽ അനുഗ്രഹവും ശാപവും വെച്ചിരിക്കുകയാണ്. ഇന്നലകളിൽ നമുക്ക് ഏത് തിരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ഇന്നു മുതൽ നാം ഏത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇനിയും ശാപത്തിൻ്റെ പാതയെ പോകാതെ അനുഗ്രഹത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുവാനായിട്ട്, ദൈവത്തിനുള്ളതുപോലെ അനുസരിച്ച് ജീവിപ്പാനായിട്ട് നമ്മെ സമർപ്പിക്കുവാനായി നമുക്ക് ഇടവരട്ടെ. നമ്മുടെ ജീവിതത്തിലത്തെ അനുഗ്രഹത്തിന് കാരണമാകത്തിലും ഈ കൈവശമാക്കാൻ ചില ദേശത്തിൻ്റെ ദൈവമായ യഹോവ കടത്തിയ ശേഷം ഗിരിസി മേൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലയിൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം. ഗിൽഗാലിനെതിരായി മോരേത്തോപ്പിനരികെ ഹരാബിയിൽ പറയുന്ന കനാനയുടെ ദേശത്തെ യോർദാനക്കരെ പടിഞ്ഞാറല്ലോ ഉള്ളത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾ തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെന്ന് അതിനെ അടക്കി അവിടെ പാർക്കും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. 12-ാം അധ്യായങ്ങൾ വീണ്ടും പ്രവേശിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ ആരാധനയ്ക്കുള്ള ചട്ടങ്ങളാണ് കൊടുക്കുന്നത്. ഒരാരാധനക്രമങ്ങൾ ആരാധന എങ്ങനെയായിരിക്കും കാര്യങ്ങൾ വിവരിക്കുകയാണ്. പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളെല്ലാം പ്രമാണിച്ച് നടക്കേണ്ട ചട്ടങ്ങളും വിധികളുമാവിത്. നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിനും കീഴിലും നിങ്ങൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെ നിങ്ങൾ അശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം. അവരുടെ ബിംബങ്ങളെ തകർക്കണം. അവരുടെ അശേര പ്രദേശങ്ങളെ തീയിലിട്ട് ചുട്ടുകളയണം. അവരുടെ ദേവപ്രതിമകളെ വെട്ടിക്കളഞ്ഞ് അവയുടെ പേര് ആ സ്ഥലത്ത് നശിപ്പിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല. നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കുന്നതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്നും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ശ്രീനിവാസ ദർശനത്തിനായി ചെല്ലണം. അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങളുടെ നേർച്ചകൾ, സുമതദാനങ്ങൾ, നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടുചെല്ലണം. അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിങ്ങൾ ദൈവമായ യഹോവ അതിനെ അനുഗ്രഹിച്ചതിനെക്കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. നാം ഇന്ന് ഇവിടെ ഓരോരുത്തരും താന്താനും ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശം തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങൾ യഹോവയ്ക്ക് നേരിടുന്ന വിശേഷമായ നേർച്ചകളെല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള ലേവ്യരും സന്തോഷിക്കണം. അവന് നിങ്ങളോടുകൂടെ ഓഹരിയും അവകാശവുമില്ലല്ലോ. നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. യഹോവ നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതൊക്കെ നീ ചെയ്യണം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് തക്കവണ്ണം നിന്റെ ഏത് പട്ടണത്തിൽ വെച്ചും നിന്റെ മനസ്സിലെ ആഗ്രഹപ്രകാരമൊക്കെയും അറുത്ത് മാംസം തിന്നാം. അത് കളവാനിനെയും പുള്ളിമാനിനെയും പോലെ ശുദ്ധനും അശുദ്ധനും തിന്നാം. രക്തം മാത്രം നിങ്ങൾ തിന്നരുത്.
അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. എന്നാൽ നിന്റെ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം, നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ, നീ നേരുന്ന എല്ലാ നേർച്ചകൾ, നിന്റെ സ്വമേധദാനങ്ങൾ, നിന്റെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ എന്നിവയെ നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തിന്നുകൂടാം. അവയെ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നീയും നിന്റെ മകനും മകളും, ദാസനും ദാസിയും, നിന്റെ പട്ടണങ്ങളുള്ളവൻ ലേവിനും തിന്ന് സകല പ്രയത്നത്തെക്കുറിച്ച് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ സന്തോഷിക്കണം. നീ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം ലേവിനെ ഉപേക്ഷിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ നിന്റെ അതിർ വിശാലമാക്കുമ്പോൾ നീ മാംസം തിന്മാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് മാംസം തിന്നണമെന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും നിനക്ക് മാംസം തിന്നാം. നിന്റെ ദൈവമായ യഹോവ നിന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏറെ ദൂരത്താകുന്നെങ്കിൽ യഹോവ നിനക്ക് തന്നിട്ടുള്ള നിന്റെ ആടുമാടുകളിൽ ഏതിനെങ്കിലും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അറുക്കുകയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് നിന്റെ ഇഷ്ടം പോലെയൊക്കെയും തിന്നുകയും ചെയ്യാം. കലമാനിനെയും പുള്ളിമാനിനെയും തിന്നുന്നത് പോലെ നിനക്ക് അവയെ തിന്നാം. ശുദ്ധനും അശുദ്ധനും ഒരുപോലെ തിന്നാം. രക്തം മാത്രം തിന്നാതിരിപ്പാൻ നിഷ്ഠയായിരിക്കുക. രക്തം ജീവനാകുന്നുവല്ലോ. മാംസത്തിലൂടെ ജീവനെ തിന്നരുത്. അതിനെ നീ തിന്നാതെ വെള്ളം പോലെ നിലത്തെ ഒഴിച്ചു കളയണം. യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കണമെന്ന് നീ അതിനെ തിന്നരുത്. നിന്റെ പക്കലുള്ള വിശുദ്ധ വസ്തുക്കളും നിന്റെ നേർച്ചകളും മാത്രം നീ എടുത്തുകൊണ്ട് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ നിന്റെ ഹോമയാഗങ്ങൾ മാംസത്തോടും രക്തത്തോടും കൂടെ അർപ്പിക്കണം. നിന്റെ ഹനനയാഗങ്ങളുടെ രക്തം നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിൽ മേൽ ഒഴിക്കണം. അതിൻ്റെ മാംസം നിനക്ക് തിന്നാം. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഹിതവും ഉത്തമവുമായുള്ളത് ചെയ്തിട്ട് നിനക്ക് മക്കൾക്കും നന്നായിരിക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ സകല വചനങ്ങളും കേട്ട് പ്രമാണിക്കുക. ആവർത്തിച്ച് പറയുന്ന കാര്യം എന്താണ്? വചനങ്ങളെ അനുസരിക്കുക, വചനങ്ങളെ പ്രമാണിക്കുക, കൽപ്പനകളെ അനുസരിക്കുക, ദൈവത്തെ ഭയപ്പെടുക, വ്യവസ്ഥ പോലെ ആരാധിക്കുക, വ്യവസ്ഥ വിട്ട് ചെയ്യരുത്. അല്ലേ? എല്ലാം മുന്നറിയിപ്പുകളാണ്. എന്നിവിടെയാണ് അനുഗ്രഹം പ്രാപിക്കാനായിട്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും ക്രമീകരണം വരുത്തുന്ന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നീ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്തുള്ള ജാതികൾ ദൈവമായ യഹോവയുടെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയുമ്പോഴും നീ അവരെ നീക്കിക്കളഞ്ഞ് അവരുടെ ദേശത്തെ പാർക്കുമ്പോഴും അവർ നിൻ്റെ മുമ്പിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കെണിയിൽ അകപ്പെടുകയും ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല. യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതയും അവരുടെ തന്ത്രങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത തങ്ങളുടെ പുത്രപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ. അപ്പോൾ ചെന്ന് പറഞ്ഞിടത്ത് അല്ലേ, നമ്മുടെ നാട്ടിൽ പറയില്ലേ, ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുമുറി തിന്നുക എന്നുള്ള ശീലമല്ല, മറിച്ച് ചേര തിന്നുന്നവർ ചേര തിന്നട്ടെ, നമ്മളതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ദൈവം നമുക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് 13-ാം അധ്യായം നമുക്ക് വായിക്കുകയാണ്. 13-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന കാര്യങ്ങൾ ഇതാണ്. കള്ളപ്രവാചകന്മാർ, വിഗ്രഹാരാധികൾ, അങ്ങനെയുള്ളവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുകയാണ്. നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ചെടുപ്പീൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയും വരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ട് അനുസരിക്കരുത്. കണ്ടോ? ദൈവത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്നതായ ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞാലും അവൻ അത്ഭുതം ചെയ്താലും അടയാളം ചെയ്താലും നീ എന്ത് ചെയ്ത് അവൻ്റെ പുറകെ പോകരുതെന്നുള്ളതാണ്. ഇന്ന് അത്ഭുതങ്ങൾ കാണിച്ചിട്ട് അനേകരെ ദൈവത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും തെറ്റി കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങളെ പുറകെയല്ല ഓടേണ്ടത്, ദൈവവ്യവസ്ഥയിൽ പ്രകാരം നിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ പ്രവാചക സ്വപ്നക്കാരൻ്റെ വാക്ക് നീ കേട്ട് അനുസരിക്കരുത്. നിങ്ങൾ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സേവിക്കുന്നുവോ എന്നറിയേണ്ടത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രൈം ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമവീട്ടിൽ നിന്ന് വീടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചു. നീ നടക്കേണ്ടതിന് നിൻ്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് തെറ്റിപ്പാൻ നോക്കിയതുകൊണ്ട് അവനെ കൊല്ലണം. അങ്ങനെ നിൻ്റെ മധ്യയിൽ നിന്ന് ദോഷം നീക്കളയണം. നിങ്ങൾ ചുറ്റും ദേശത്ത് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ ദൂരത്തുള്ള ജാതികളുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിൻ്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്നതിൻ്റെ അമ്മയുടെ മകനായ നിൻ്റെ സഹോദരനോ നിൻ്റെ മകനോ മകളോ നിൻ്റെ മാർവിടത്തിലുള്ള ഭാര്യയോ നിൻ്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കരുത്. കുടുംബാംഗങ്ങൾ പോലും ചിലപ്പോൾ പ്രമാണത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാനായിട്ട് പല നിലകളിൽ ക്രമീകരിച്ച് വന്നേക്കാം. പക്ഷെ നമ്മളതിൽ വീഴരുതെന്നുള്ളതായ ഒരു വലിയ മുന്നറിയിപ്പ് ദൈവം തരികയാണ്. എന്നിട്ട്
അവനോട് യോജിക്കുകയോ അവൻ്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് കനിവ് തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം. പ്രമാണത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാനായിട്ടുള്ള ആഹ്വാനം വരുന്നവനെ കൊന്നുകളയണം എന്നുള്ള ഇസ്രായേലിനുള്ള കൽപ്പനയായിരുന്നു. അവനെ കൊല്ലണതിന് ആദ്യം നിൻ്റെ കയ്യും പിന്നെ സർവ്വജനത്തിൻ്റെ കയ്യും അവൻ്റെ മേൽ ചെല്ലണം. അടിമ വീടായ മിസ്രദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിൻ്റെ ദൈവമായ യഹോവയോട് നിന്നെ അകറ്റിക്കളയുവാൻ അവൻ അന്വേഷിച്ചുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. നിങ്ങളുടെ ഇടയിൽ യഥാർത്ഥ കാര്യം നടക്കാതിരിക്കാൻ തക്കവണ്ണം ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്ന നീചന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് തങ്ങളുടെ പട്ടണത്തിലെ നിവാസികളെ വശീകരിച്ചിരിക്കുന്നു. നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് പാർപ്പാൻ തന്നിട്ടുള്ള അതിൻ്റെ പട്ടണങ്ങളിൽ ഇതിനെക്കുറിച്ച് കേട്ടാൽ നീ നല്ലവണ്ണം അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണം. അങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിങ്ങളുടെ ഇടയിൽ നടന്നു എന്ന കാര്യം വാസ്തവവും നിശ്ചയവും എങ്കിൽ നിങ്ങൾ ആ പട്ടണത്തിലെ നിവാസികളെ വാളിൻ്റെ വായത്തലയാൽ കൊന്ന് അതും അതിലുള്ളതൊക്കെയും അതിൻ്റെ മൃഗങ്ങളെയും വാളിൻ്റെ വായത്തലയാൽ ശബ്ദാർപ്പിതമായി സംഹരിക്കണം. അതിലെ കൊള്ളയൊക്കെയും ഇതിന് നടുവിൽ കൂട്ടി ആ പട്ടണവും അതിലെ കൊള്ളയൊക്കെയും അശേഷം ദൈവമായ യഹോവയ്ക്കായി തീയിട്ട് ചുട്ടുകളയണം. അത് എന്നും പാഴ്ക്കുന്നതായിരിക്കണം. അതിനെ പിന്നെ പണിയുകയും വരുത്. ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും സകല കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹിതമായതുള്ളത് ചെയ്തിട്ട് യഹോവയുടെ ഗുരവും വിട്ടു തിരിഞ്ഞ് നിന്നോട് കരുണയും കനിവും കാണിക്കണമെന്നും പിതാക്കന്മാരുടെ സത്യം ചെയ്തതുപോലെ തന്നെ വർദ്ധിപ്പിക്കണമെന്നും ശബ്ദാർപ്പിതമായ യാതൊന്നിൻ്റെ കയ്യിൽ പറ്റിയിരിക്കരുത്. വളരെ ഗൗരവത്തോടെയാണ് കർത്താവ് പ്രമാണം അവർക്ക് കൊടുക്കുന്നത്. ഒരു നിലയ്ക്ക് ദൈവത്തിൽ നിന്ന് അകന്നു മാറുവാനോ മറ്റു ദൈവങ്ങളെ സേവിക്കുവാനോ ദൈവം അനുവദിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചാൽ അവനോട് പോലും കഠിനമായി ഇടപെടണം എന്നുള്ളതായിരുന്നു ഇസ്രായേലിന് കൊടുത്ത കൽപ്പന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസമാർഗ്ഗം നമ്മൾ അകറ്റിക്കളയുന്ന സത്യോപദേശത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നൊക്കെ നമ്മൾ അകറ്റിക്കളയുന്ന ഒരുപാട് കാര്യങ്ങളും കാണിച്ച് അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ടാക്കാം. നമ്മൾ അവരുടെ കെണികളിൽ ചെന്ന് പ്രാർത്ഥിപ്പാനെ സൂക്ഷിക്കുക. നമ്മൾ 14-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. 14-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1 മുതൽ 21 വാക്യങ്ങൾ കാണുന്നത് ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ ഭോജനവസ്തുക്കളെക്കുറിച്ചുള്ള വിവരണമാണ്. അതിൻ്റെ 22 മുതൽ 29 വരെ ദശാംശത്തെക്കുറിച്ചുള്ള വിവരണങ്ങളാണ്. അപ്പോൾ 14-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യം: ഒന്ന്, ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ ഭോജനവസ്തുക്കൾ, അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ; ദശാംശത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ. ഇതാണ് 14-ാം അധ്യായത്തിലെ പ്രധാന ഇതിവൃത്തം. നമുക്കൊന്ന് വായിച്ച് ഭാഗം ശ്രദ്ധിക്കാം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. നമ്മൾ ആരാണ്? ദൈവത്തിന് മക്കളാണ് നമ്മൾ. ഇത്ര ശ്രേഷ്ഠമായ പദവിയല്ല അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് നമുക്ക് ദൈവമക്കളെ തിരുവൻ അധികാരം തന്നിരിക്കുക. ദൈവമക്കളെ തിരുവാനായിട്ട് നാം മക്കളെങ്കിലോ അവകാശികളാണെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ആരുടെ കൂടെ? ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികൾ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രേഷ്ഠമേറിയ പദവിയിൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഗൗരവത്തോടെ ദൈവത്തെ സേവിക്കുന്നത് സഹായിക്കണം. മരിച്ചതിനു വേണ്ടി നിങ്ങൾ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻഗണന ഉണ്ടാക്കുകയോ ചെയ്യരുത്. ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വന്തമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തി. നമ്മൾ ആരാ മനസ്സിലാക്കണം? നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമായി തിരഞ്ഞെടുത്തിരിക്കുക. നമ്മളെക്കാൾ മിടുക്കന്മാരുണ്ടായിരുന്നു, മിടുക്കികളുണ്ടായിരുന്നു, വിദ്യാസമ്പന്നരുണ്ടായിരുന്നു, ധനവാന്മാരുണ്ടായിരുന്നു. ഇവിടുത്തെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ആ കൃപ നമ്മൾ വ്യർത്ഥമാക്കരുത്. മ്ലേച്ഛമായതൊന്നിനെയും തിന്നരുത്. നിങ്ങൾ തിന്നാകുന്ന മൃഗങ്ങളാവിത്: കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കൗരിമാൻ. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവറക്കുന്നതുമായ മൃഗത്തെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവറക്കുന്നവയിലും കുളമ്പ് പിളർന്നവയിലും തിരുന്നിരാത്തവയെന്നാൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ. അവ അയവറക്കുന്നെങ്കിലും കുളമ്പ് പിളർന്നവയല്ല, അത് നിങ്ങൾക്ക് അശുദ്ധം. പന്നി, അത് കുളമ്പ് പിളർന്നെങ്കിലും അയവറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം തിന്നരുത്, പിണം തൊടുകയും അരുത്. വെള്ളത്തിലുള്ള എല്ലാറ്റിലും ചെറുകും ചെതുമ്പലും ഉള്ളതൊക്കെ നിങ്ങൾക്ക് തിന്നാം. എന്നാൽ ചെറുകും ചെതുമ്പലും ഇല്ലാത്തതൊന്നും നിങ്ങൾ തിന്നരുത്, അത് നിങ്ങൾക്ക് അശുദ്ധം. ശുദ്ധിയുള്ള സകല പക്ഷികളെയും നിങ്ങൾക്ക് തിന്നാം. പക്ഷികളിൽ തിന്നരുതാത്തവ കടൽറാഞ്ചൻ, ചെമ്പരുന്ത്, കഴുകൻ, ചെങ്ങാലിപ്പരുന്ത്, രുദ്രം, അതത് വിധം പരുന്ത്, അതത് വിധം കാക്ക, ഒട്ടകപ്പക്ഷി, പുല്ല്, കടൽക്കാക്ക, അതത് വിധം പ്രാപ്പിടിയൻ, നത്ത്, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കുടുംബച്ചാത്തൻ, നീർക്കാക്ക, പെരിഞ്ഞാറ, അതത് വിധം കൊക്ക്, കുളക്കോഴി, നെരിച്ചീർ എന്നിവയാകുന്നു. ചെറുകുള്ള ഇഴജാതിയെയൊക്കെയും നിങ്ങൾക്ക് അശുദ്ധം, അവയെ തിന്നരുത്. ശുദ്ധിയുള്ള പക്ഷികളൊക്കെയും നിങ്ങൾക്ക് തിന്നാം. താനെ ചത്ത ഒന്നിനെയും തിന്നരുത്.
അതിൻ്റെ പട്ടണങ്ങളിലുള്ള പ്രദേശിക്ക് തിന്മാൻ കൊടുക്കാം, അല്ലെങ്കിൽ അനുജാതിക്കാരന് വിൽക്കാം. ദൈവമായ യഹോവയ്ക്ക് അത് നീ വിശുദ്ധ ജനമല്ലോ. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവയെ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിക്കണതിന് ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെയും കടിഞ്ഞൂലുകളുടെയും അവൻ്റെ സന്നിധിയിൽ വെച്ച് തിന്നണം. ദൈവമായ യഹോവ അതിനെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അകലെയും അത് കൊണ്ടുപോകുവാൻ കഴിയുന്നവണ്ണം വഴി അതിദൂരവുമായിരുന്നാൽ അത് വിറ്റ് പണം കയ്യിലെടുത്ത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഇതിനെയും ആ പണം കൊടുത്ത് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. നിന്റെ പട്ടണങ്ങളുള്ള ദൈവത്തിനെയും മറന്നു കളയരുത്. അവൻ നിന്നോട് ഇവിടെ ഓഹരിയും അവകാശവുമില്ലല്ലോ. 3 ആണ്ട് കൂടുമ്പോൾ 3-ാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിൻ്റെ ദശാംശമൊക്കെയും വേർതിരിച്ച് പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കണമെന്ന് നിന്നോടുകൂടെ ഓഹരിയും അവകാശമില്ലാത്ത ലേവനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവിയും ഒന്ന് തിന്ന് തൃപ്തരാകണം. കണ്ടോ, ദൈവം ഒരു കൂട്ടരെ അനുഗ്രഹം പ്രാപിക്കട്ടൊപ്പം തന്നെ ആരെയും ഒഴിവാക്കാതെ ആ നന്മകളും സന്തോഷവും എല്ലാവർക്കും അനുഭവിക്കുന്ന രീതിയിലായ ഒരു കൽപ്പന നൽകുന്നത്. 7 ആണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം. ഇത് 15-ാം അധ്യായമാണ്. 15-ാം അധ്യായത്തിലെ കടക്കാരോടും അടിമകളോടൊക്കെ ഉള്ള ഇടപെടൽ എങ്ങനെയുള്ള വിവരണമാണ് പ്രധാനമായിട്ടുള്ളത്. 7 ആണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം. വിമോചനത്തിന് ക്രമം തന്നാൽ കൂട്ടുകാരന് വായ്പ കൊടുത്തവനെല്ലാം അത് ഇളച്ചു കൊടുക്കണം. യഹോവയുടെ വിമോചനം പ്രസിദ്ധമാക്കിയത് കൊണ്ട് നീ കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത്. അന്യജാതിക്കാരനോട് നിനക്ക് മുട്ടിച്ചു പിരിക്കാം, എന്നാൽ നിന്റെ സഹോദരൻ തരുവാനുള്ളത് നീ ഇളച്ചു കൊടുക്കണം. ദരിദ്രം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയില്ല. ദാനം എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്റെ ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ എൻ്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കൈവശമാക്കുവാൻ നിർദ്ദേശത്ത് നീ ഏറ്റവും അനുഗ്രഹിക്കും. എൻ്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. എൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് ഏത് പട്ടണത്തിലെങ്കിലും ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരൻ്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. വിമോചനത്തിന് സംവത്സരമായ 7-ാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർഭയമായിരുന്ന് അവനൊന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ചിട്ട് അത് നിനക്ക് പാപമായി തിരികെയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ അവന് കൊടുത്തേ മതിയാവുകയുള്ളൂ. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നങ്ങളിലും ഒരു നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല. അതുകൊണ്ട് നിന്റെ ദേശത്ത് അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. നിന്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിറ്റിട്ട് 6 സംവത്സരം നിന്നെ സേവിച്ചാൽ 7-ാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവന് വെറും കൈയായിട്ട് അയക്കരുത്. നിന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഔദാര്യമായി ദാനം ചെയ്യണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതുപോലെ നീ അവന് കൊടുക്കണം. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ വീണ്ടെടുത്തു എന്നും ഓർക്കണം. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് ആജ്ഞാപിക്കുന്നു. എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും നിന്റെ അടുക്കൽ നിന്ന് അവന് സുഖമുള്ളത് കൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകില്ല നിന്നോട് പറഞ്ഞാൽ നീ ഒരു സൂചി എടുത്ത് അവൻ്റെ കാത് വാതിലിനോട് ചേർത്ത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം. നിന്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം. അവനൊരു കൂലിക്കാരനെ ഇരട്ടിക്കൂലിക്ക് തക്കതായി 6 സംവത്സരം സേവിച്ചതുകൊണ്ട് അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ നിനക്ക് വ്യസനം തോന്നരുത്. ദൈവമായ യഹോവ നീ ചെയ്യുന്ന സ്ഥലത്തിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ മാടുകളിലും കടിഞ്ഞൂലായി പറക്കുന്ന ആണിനൊക്കെയും ദൈവമായ യഹോവയ്ക്ക് ശുദ്ധീകരിക്കണം. നിന്റെ മാടുകളുടെ കടിഞ്ഞൂലിനെ കൊണ്ട് വേല ചെയ്യിക്കരുത്. നിന്റെ ആടുകളുടെ കടിഞ്ഞൂലിനെ കൊണ്ട് രോമം കത്തിരിക്കുകയും വരുത്. യഹോവ തിരഞ്ഞെടുക്കുന്ന ആ സ്ഥലത്ത് നീ നിന്റെ കുടുംബവും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അതിനെ ആണ്ടുതോറും തിന്നണം. എന്നാൽ അതിന് മുടന്തോ കുരുടോ ഇങ്ങനെ വല്ല ഊനവും ഉണ്ടായിരുന്നാൽ ദൈവമായ യഹോവയ്ക്ക് അതിനെ യാഗം കഴിക്കരുത്. പട്ടണങ്ങളെ വെച്ച് അതിന് തിന്നാം. പുള്ളിമാനിനെയും കലമാനിനെയും പോലെ ശുദ്ധനും ഒരുപോലെ തിന്നാം. അതിൻ്റെ രക്തം മാത്രം തിന്നരുത്. അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. യാഗത്തിന്, വഴിപാടിന്, അടിമയോട്, ദരിദ്രനോട് ഒക്കെ എങ്ങനെ ഇടപെടണം എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു ഭരണഘടന അവർക്ക് നൽകുകയാണ്.
എന്നൊരു പദ്ധതികൾ നിങ്ങൾ ലംഘിക്കുമ്പോൾ നിങ്ങൾക്ക് ശാപമാണെങ്കിലും നിങ്ങൾ ഇതൊക്കെ അനുസരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹമാവുന്ന ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും വചനത്തെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനായിട്ട് നമ്മൾ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാല നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ പരിശോധിച്ച് താഴ്ചകളും വീഴ്ചകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ക്രമീകരണത്തോടെ ദൈവത്തെ സേവിപ്പാനായി നമ്മൾ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എത്തുന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ആവർത്തന പുസ്തകം മൊത്തം പഠിക്കുമ്പോഴൊക്കെ ഒരു കൽപ്പനയെ അനുസരിക്കുക എന്നുള്ളതായ പ്രമാണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓരോ പാഠം കഴിയുന്തോറും നിങ്ങളുടെ കൂടുതൽ അടുക്കുവാനുള്ള കൃപ നൽകണമേ. നിങ്ങളുടെ അനുസരണ കർത്താവ് ഞങ്ങൾ ക്ഷമിക്കുമാറാകണമേ. പൂർണ്ണമായ അനുസരിച്ച് കൃപ നൽകണമാറാകണമേ. ജനം പൂർണ്ണം അതിനനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ അത് തരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരിച്ച് കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനിൽ പങ്കെടുത്ത് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ഒരു താമസം നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അത് കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.